അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും പലതരത്തിൽ വ്യത്യസ്തരാണ്. അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തരാണ്, അവരുടെ ലുക്കിൽ വ്യത്യസ്തരാണ്, അവർ വിവിധ റീജിയണിൽ താമസിക്കുന്നവരാണ്, വിവിധ കൾച്ചറുകൾ ഫോളോ ചെയ്യുന്നവരാണ്, പലതരത്തിലുള്ള റിലീജിയൻസിൽ പലതരത്തിലുള്ള മതങ്ങളും ജാതിയും പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുമുള്ളവരാണ്, പലതരത്തിലുള്ള ചിന്തകളുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരിൽ ഒരു വലിയ ഡൈവേഴ്സിറ്റി ഉണ്ട്. ആ ഡൈവേഴ്സിറ്റിയാണ് നാം ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ എങ്ങനെ ഒരു ഡൈവേഴ്സിറ്റിയുള്ള ഒരു രാഷ്ട്രമായി മാറി? ഈ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ, ഇത്തരത്തിലുള്ള വ്യത്യസ്തതകളാണോ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ? ഇങ്ങനെ ഡൈവേഴ്സിറ്റി ഒരു യൂണിറ്റിക്ക് കാരണമാകുമോ? ഇനിയും ഇത്തരത്തിൽ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ യൂണിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മൾ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നതിനോടൊപ്പം വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ കുറച്ച് ആൾക്കാർ ഫോറസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആനിമൽസുമായി കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ വായനാശീലമുള്ള ആൾക്കാരുണ്ട്, എഴുതുന്ന ശീലമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പലതരത്തിൽ ഉള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതൊരു ഡൈവേഴ്സിറ്റിയാണ്. നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്ന ആ ഒരു പോർഷൻ നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റികളുണ്ട്. നാം ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജുകൾ സംസാരിക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഫെസ്റ്റിവൽസ് നമ്മൾ കൊണ്ടാടുന്നു. വ്യത്യസ്തമായിട്ടുള്ള റിലീജിയൻസ്, വ്യത്യസ്ത മത താല്പര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള മത ആശയങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. അതുതന്നെയാണ് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഈ ഡൈവേഴ്സിറ്റിയെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. എന്തുകൊണ്ട് ഈ ഡൈവേഴ്സിറ്റി വന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നാം ട്രെയിനിലോ എയ്റോപ്ലെയിനിലോ ബസ്സിലോ കാറിലോ ഒന്നും സഞ്ചരിച്ചിരുന്നില്ല. നാം ഉപയോഗിച്ചിരുന്നത് ഷിപ്പുകളും ഹോഴ്സും ക്യാമൽസും അല്ലെങ്കിൽ നടന്നും ഒക്കെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി, ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തതകൾ പുലർത്തുന്ന ആൾക്കാരുണ്ട്. പലതരത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവർ പ്രാർത്ഥനകൾ നടത്തുന്നത്. വ്യത്യസ്തമായ രീതിയിലുള്ള മതാചാരങ്ങളാണ് അവർ പുലർത്തുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ വിവാഹം. നമുക്ക് ഏറ്റവും ഉദാഹരണമായി പറയാൻ കഴിയുന്നതാണ് വിവാഹം. കേരളത്തിൽ വിവാഹം നടക്കുന്നത് പോലെ അല്ല ജമ്മു കാശ്മീരിൽ വിവാഹം നടത്തുന്നത്, അല്ലെങ്കിൽ ഗുജറാത്തിൽ വിവാഹം നടത്തുന്നത്, അല്ലെങ്കിൽ ആസാമിൽ വിവാഹം നടത്തുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ വിവാഹങ്ങൾ കൊണ്ടാടാറ്, വിവാഹങ്ങൾ നടത്താറ്. അതുപോലെ മനുഷ്യർ ധരിക്കുന്ന ഡ്രസ്സുകൾ തന്നെ വ്യത്യസ്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകളാണ് ആൾക്കാർ ധരിക്കുന്നത്. അതുപോലെ ആൾക്കാർ പരസ്പരം ബഹുമാനിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ, നിരവധി വ്യത്യസ്തതകൾ, ആൾക്കാർ കഴിക്കുന്ന ഫുഡ് കുക്ക് ചെയ്യുന്ന റൈസിൽ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഇത്തരം വ്യത്യസ്തതകളൊക്കെ എങ്ങനെ സംഭവിച്ചതായിരിക്കും എന്ന് ഒരു എത്തിനോട്ടം ഈ NCERT ഈ ചാപ്റ്ററിൽ നടത്തുന്നുണ്ട്. അതിൽ NCERTയുടെ നിഗമനങ്ങൾ ഇവയൊക്കെയാണ്. ഈ റീജിയൻസ് ഇത്തരത്തിൽ ഡൈവേഴ്സ് ആകാനുള്ള കാരണം ഓരോ റീജിയൻസിനും അവരുടേതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്, അവരുടേതായിട്ടുള്ള
കൾച്ചറുകളുണ്ട്, മ്യൂസിക്കുണ്ട്, അതൊക്കെ ലാംഗ്വേജുകളുണ്ട്. അതൊക്കെ വരാൻ കാരണം അവർക്ക് ഓരോരുത്തർക്കും ഓരോ പോർഷൻസും സ്വന്തമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് എന്നാണ് ആദ്യത്തെ നിഗമനം. രണ്ടാമത്തെ നിഗമനം ഇതാണ്: ആൾക്കാർ ജീവിക്കുന്ന ജോഗ്രഫിക്കൽ ഏരിയയിൽ, ആ ഒരു ഏരിയയിലെ ക്ലൈമറ്റും അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ അവരുടെ ജീവിത രീതിയിലും ആഹാര രീതിയിലും വസ്ത്ര രീതിയിലും ഒക്കെ വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതും ഒരു പക്ഷേ ഡൈവേഴ്സിറ്റിക്ക് ഒരു കാരണമാകാം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ആദ്യം പറഞ്ഞത് യുണീക്കായിട്ടുള്ള ഹിസ്റ്ററീസ്, രണ്ടാമത് പറഞ്ഞത് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുത്തുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ഡൈവേഴ്സിറ്റിക്ക് കാരണമായിട്ടുണ്ടാകാം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൂടി NCERT ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എക്സാമ്പിളിൽ സൂചിപ്പിക്കുന്നത് കേരളത്തെയും ലഡാക്കിനെയുമാണ്. എന്തൊക്കെയാണ് കേരളവും ലഡാക്കും തമ്മിലുള്ള ജോഗ്രഫിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ? അത്തരത്തിൽ വന്നിട്ടുള്ള ജോഗ്രഫിക്കൽ വ്യത്യാസങ്ങൾ കാരണം ആൾക്കാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? അവരുടെ ഭക്ഷണ രീതിയിൽ, അവരുടെ ജോലിയിൽ, അവരുടെ റിലീജിയൻസിൽ, അവരുടെ ചിന്തയിൽ എന്തൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ലഡാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ലഡാക്ക് ഒരു മരുഭൂമിയാണ്, ഒരു ഡെസേർട്ടാണ്. ഈ ജമ്മു കാശ്മീരിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മൗണ്ടൻസിൽ കാണപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് ലഡാക്ക്. മരുഭൂമിയാകുമ്പോൾ നമുക്കറിയാം അവിടെ വളരെ കുറച്ച് അഗ്രികൾച്ചർ, വളരെ കുറച്ച് കൃഷി മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. അവർക്ക് മഴയില്ല. അവരുടെ ഭാഗങ്ങൾ കൂടുതലും മഞ്ഞിൽ കവർ ചെയ്തിരിക്കുകയാണ്. വളരെ കുറച്ച് മരങ്ങൾ മാത്രമാണ് അവർക്ക് അവിടെ ഉള്ളത്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അവർ മഞ്ഞുരുകുന്ന സമയത്താണ് മാത്രമാണ് അവർക്ക് വെള്ളമുള്ളത്. അതുപോലെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ ആൾക്കാർ. ചൂട് കാലത്തിൽ മഞ്ഞ് ഉരുകുന്ന വെള്ളം മാത്രമാണ് അവർ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യം എത്രമാത്രം വ്യത്യസ്തമാണ്, അത് അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിത രീതിയിലും എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലഡാക്കിൽ ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത് ഷീപ്പിനെ, ആടിനെ മേയിച്ചുകൊണ്ടാണ്. അതൊക്കെയാണ് അവരുടെ ജീവിത രീതി. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൂളിൻ്റെ പേരാണ് പാഷ്മിന എന്ന വൂള് പ്രൊഡ്യൂസ് ചെയ്താണ് അവർ വരുമാനം കണ്ടെത്തുന്നത്. അവിടുത്തെ ആൾക്കാർ ഇതൊക്കെ കൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ കൂടുതലും കഴിക്കുന്നത് മീറ്റും മിൽക്കുമാണ്. വെജിറ്റബിൾസ് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അവർക്ക് അഗ്രികൾച്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലഡാക്ക് ഒരു ഡെസേർട്ട് ആണെങ്കിൽ കൂടിയും അത് ട്രേഡേഴ്സിനെയൊക്കെ ചരിത്രത്തിൽ പണ്ട് കാലങ്ങളിൽ അത് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ല ട്രേഡ് റൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ടിബറ്റിലേക്ക് യാത്ര ചെയ്യാൻ, കാരവൻസ് യാത്ര ചെയ്യാൻ ഉള്ള ഒരു ട്രേഡ് റൂട്ടായിട്ട് ലഡാക്കിനെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ടിബറ്റിൽ ബുദ്ധിസം എത്തിയത് ലഡാക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ലഡാക്കിനെ ഒരു ലിറ്റിൽ ടിബറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റിലീജിയൻസുമായിട്ട്, ഏത് തരത്തിലുള്ള റിലീജിയൻസുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു ലഡാക്കിൽ. അതൊക്കെ അവരുടെ ചരിത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചരിത്രങ്ങളും ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും അവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന, വ്യത്യസ്തമായ സ്വഭാവമുള്ള, വ്യത്യസ്തമായ ഫുഡ് കഴിക്കുന്ന, വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുന്ന കുറേ ആൾക്കാർ അവിടെ അങ്ങനെ ഉണ്ടായി. അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവവും ജീവിതശൈലിയുമുള്ള ആൾക്കാരുണ്ടായി എന്ന് സൂചിപ്പിച്ചു യാണ് ഇവിടെ NCERT. ഇനിയും നമുക്ക് ലഡാക്കിനെ മനസ്സിലാക്കിയതുപോലെ തന്നെ കേരളത്തിനെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ലഡാക്കും കേരളവും സദേൺ പാർട്ടിലും നോർത്തേൺ പാർട്ടിലുമുള്ള ആ പോർഷൻസ് തമ്മിൽ എത്രമാത്രം വ്യത്യസ്തത പുലർത്തുന്നു എന്ന് നമുക്ക് കേരളത്തെ കൂടി പഠിച്ച് മനസ്സിലാക്കാം. കേരളം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മറുഭാഗം ഹില്ലുകൾ കൊണ്ട്
ചുറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് നിരവധി സ്പൈസസുകളുണ്ട്. പെപ്പർ, ക്ലോവ്സ്, കാർഡമൻസ്, ഇതൊക്കെ ഈ ഹില്ലുകളിൽ വളർത്തുന്നുണ്ട്. ഈ ഹില്ലുകളിൽ വളർത്തപ്പെടുന്ന സ്പൈസസ് ആണ് ഒരു കാലത്ത് ട്രേഡേഴ്സിനെ കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ കാരണമായി മാറിയത്. അറബ് ട്രേഡേഴ്സും പോർച്ചുഗീസുകാരും വാസ്കോഡ ഗാമയും ഒക്കെ കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള കാരണം അതൊക്കെ തന്നെയാണ്. അതുപോലെ ഈ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മതാചാരങ്ങളും മതങ്ങളുമുണ്ട്. ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, അങ്ങനെ നിരവധി മതങ്ങളുള്ള സ്ഥലമാണ് കേരളം. വളരെ ഫെർട്ടൈലായിട്ടുള്ള ലാൻഡാണ്, വളരെ ഫലഭൂഷ്ടിയുള്ള മണ്ണും വളരെ നല്ല ക്ലൈമറ്റുമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് വളർത്താനും റൈസ് വളർത്താനും നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ കൂടുതലായി കഴിക്കുന്നത് റൈസും വെജിറ്റബിൾസും, പിന്നെ നമ്മൾ കടലിനും കായലിനും ഒക്കെ അടുത്തായതുകൊണ്ട് നമ്മൾ ഫിഷും കഴിക്കുന്നു. നമുക്ക് ലഡാക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ജീവിത സാഹചര്യങ്ങൾ, ജോഗ്രഫിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ മാറ്റപ്പെടുന്നു എന്ന് മനസ്സിലാക്കി തരികയാണ് ഇവിടെ. അപ്പോൾ ഈ കേരളത്തിൻ്റെയും ലഡാക്കിൻ്റെയും കേസ് എടുക്കുമ്പോൾ തന്നെ അവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഒരുപക്ഷെ കൾച്ചറൽ സിമിലാരിറ്റീസിന് ഇടവരുത്തിയിട്ടുണ്ടാകും. പക്ഷേ ജോഗ്രഫിക്കലായിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ആൾക്കാരുടെ രണ്ട് സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നാം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നാം ഒത്തിരി സ്പൈസസുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലഡാക്കിൽ അതിനു പകരം നമുക്ക് കൂടുതലായി കിട്ടുന്നത് വൂളാണ്. പാസ്റ്റ് ലൈഫ് മാത്രമല്ല, പ്രസൻറ്റ് ലൈഫും ഈ ഡൈവേഴ്സിറ്റിക്ക് കാരണമാകാം. നമുക്കറിയാം, ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലി തേടിയോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടോ ഒക്കെ തന്നെ ഇപ്പോഴും ആൾക്കാർ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഉള്ള കൾച്ചർ മറ്റുള്ള സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുവാനും വ്യത്യസ്തതകൾ ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് കമ്മ്യൂണിറ്റീസുകളുണ്ട്. ആ കമ്മ്യൂണിറ്റീസിൽ വിവിധ സംസ്കാരത്തിലുള്ള ആൾക്കാരെ ഒന്നിക്കുമ്പോൾ അവിടെ പുതിയൊരു സംസ്കാരം ഉണ്ടാവുന്നു. അവിടെ വീണ്ടും ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നു. അപ്പോൾ പാസ്റ്റ് മാത്രമല്ല, പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഈ ഡൈവേഴ്സിറ്റിക്ക് ഒരു വലിയ കാരണമാണ് എന്ന് പറയേണ്ടി വരും. ഇനിയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന മുദ്രാവാക്യമാണ്. മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബ്രിട്ടീഷുകാർ ഒരു ഘട്ടത്തിൽ കരുതിയത് നമുക്കുള്ള വ്യത്യസ്തതകൾ കൊണ്ട് നമ്മൾ വ്യത്യസ്തരായത് കൊണ്ട് തന്നെ നമ്മളെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി വിഭജിച്ച് ഭരിക്കാം എന്ന് ധരിച്ച ബ്രിട്ടീഷുകാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാം നമ്മുടെ രാഷ്ട്രത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സിറ്റി, നമ്മുടെ രാഷ്ട്രത്തിലെ ആൾക്കാരുടെ സ്വഭാവവും ഈ പറഞ്ഞ വ്യത്യസ്തതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യ എന്ന രാഷ്ട്രം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആപ്തവാക്യം നാം പ്രൂവ് ചെയ്യുകയായിരുന്നു. നാം വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകൾ പുലർത്തുകയും ചെയ്തപ്പോൾ പോലും നാം ഒന്നിച്ച് ജയിലിൽ പോകുവാനും നാം ഒന്നിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും തയ്യാറായത് കൊണ്ട് തന്നെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇന്ത്യ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ഉയർന്നു വന്ന സിംബൽസും ഗാനങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ എല്ലാ ഡൈവേഴ്സിറ്റിയും വിളിച്ചോതുന്ന അത്തരം ഗാനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മുടെ യൂണിറ്റി, നമ്മുടെ ഡൈവേഴ്സിറ്റിയിൽ അത്രയും ഡൈവേഴ്സിറ്റി ഉള്ളപ്പോഴും ഒരു യൂണിറ്റി കീപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിച്ചതാണ്. ഈ പാഠം അവസാനിക്കുന്നിടത്ത് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ജവഹർലാൽ നെഹ്റു എഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നാം ഓർത്തിരിക്കേണ്ട കാര്യം. ഇതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ബൈ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യക്കകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഡൈവേഴ്സിറ്റിയിലുള്ള യൂണിറ്റി ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതല്ല, അത് തനിയെ ഉണ്ടായി വന്നതാണ്. ഇത്രയും ഡൈവേഴ്സിറ്റി
ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലും നമ്മൾ വളരെ യൂണിറ്റിയോടുകൂടി പ്രവർത്തിക്കാൻ, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അത് ആരും അടിച്ചേൽപ്പിച്ചതല്ല, അത് സ്വയമേ ഉദിച്ചു വന്ന ഒരു യൂണിറ്റിയാണ് എന്ന് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മുടെ രാഷ്ട്രത്തെ ഡിസ്ക്രൈബ് ചെയ്തത് ആ ഒരു ടേം ഉണ്ടാക്കിയത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. അതും ഓർത്തിരിക്കുക. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നെഹ്റു coined the phrase unity in diversity to describe the country. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മുടെ കൺട്രിയെ ഡിസ്ക്രൈബ് ചെയ്തത് നെഹ്റു. അതുപോലെ തന്നെ നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ കമ്പോസ് ചെയ്ത ഇന്ത്യയുടെ നാഷണൽ ആന്തം, ആ നാഷണൽ ആന്തം തന്നെ ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വിളിച്ചോതുന്ന ഒന്നാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും അടുത്ത ചാപ്റ്ററിൽ കാണാം.